എന്തിനാണ് ആത്മീയത എന്നുള്ള ചോദ്യത്തിനുള്ള ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. നമ്മൾ ആത്മാവായതുകൊണ്ടാണ്. പണ്ടേ ഋഷിയും സിദ്ധന്മാരും പറയുന്നുണ്ട് നാം ജീവനാന്നുള്ളത്, നമ്മളൊരു ഊർജമാണെന്നുള്ളത്. ഇന്ന് സയൻസും പറയുന്നു നാം ഒരു ഊർജമാണ്. അപ്പം നമുക്കറിയാം നമ്മൾ ഈ ശരീരമല്ല, ഒരു എനർജിയാണെന്നുള്ളത്. നോക്കൂ, ഇതിൻ്റെ സത്യം നമുക്ക് ആത്മീയത വേണ്ടതിൻ്റെ ഒരു പ്രാധാന്യവും ഇത് മാത്രമാണ്. നമ്മുടെ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫീലിങ്സ് ആണ്. ആത്മാവെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഭവമാണ്. അത് സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും സ്നേഹത്തിൻ്റെ എല്ലാം അനുഭവങ്ങളുടെ ഒരു തലമാണ് ആത്മാവെന്നത്. എനർജിയും ഫീലിങ്സും ഒന്നാണ്. അപ്പം നമ്മളൊരു സ്പിരിച്വാലിറ്റിയിലേക്ക് നമ്മൾ ഇറങ്ങുമ്പം, ജസ്റ്റ് മെഡിറ്റേഷൻ ചെയ്യുമ്പം പോലും ഏറ്റവും കൂടുതൽ റെസ്റ്റ് ഇല്ലാത്തൊരു ശരീരത്തിൻ്റെ ഒരു ഉൽപ്പന്നമാണ് തലച്ചോറ്. അപ്പം തലച്ചോറിന് മെഡിറ്റേഷൻ കൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങൾ ഇന്ന് സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആണ്. അത് ആൽഫ വേവ് ലെങ്തിലേക്ക് പോകുന്നതും അത് നമ്മളെ കാമാക്കുന്നതും ഒക്കെ തന്നെ. നോക്കൂ, ചിന്തകൾ ഒതുങ്ങിയാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ തന്നെ നല്ലതായിരിക്കും. അപ്പം തലച്ചോറിനെ പോലും മാറ്റാൻ കഴിയുന്ന ഊർജ്ജമാണ്. അതുകൊണ്ട് നമ്മുടെ ഫീലിങ്സ് മാറുന്നു. ഫീലിങ്സ് മാറുമ്പം തന്നെ നമ്മുടെ ലൈഫ് ചേഞ്ച് ആവുന്നു. ഇതൊരു ഘട്ടം. നമുക്ക് ആധ്യാത്മികത വേണ്ടതിൻ്റെ ഏറ്റവും ഉയർന്ന പ്രാധാന്യം നമ്മുടെ ഫീലിങ്സും എനർജിയും ഒന്നായതുകൊണ്ടാണ്. ഇനിയിപ്പം ഈ ഫീലിങ്സിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഒരു ആധ്യാത്മികത തലമുണ്ട്. അത് ഹൃദയവിദ്യയല്ല, അത് ഹൃദയമില്ലാത്ത യോഗികളുടെ അനുഭവിക്കുന്ന തലമാണ്. എസ്പെഷ്യലി അവരാ വിദ്യ പറയാറില്ല, അവരൊരു കാട്ടാള വർഗ്ഗങ്ങളാണ്. അവിടെ ഒരു ഫീലിങ്സും ഇല്ല, സ്നേഹമോ ആനന്ദമോ ജ്ഞാനമോ ഒന്നുമില്ലാത്തൊരവസ്ഥ. അത് ഒരു പ്യുവറായിട്ടുള്ള ജീവമുക്തമായിരിക്കുന്ന അവസ്ഥയാണ്. അവിടെ ഫീലിങ്സ് ഒന്നുമില്ല. നമുക്കറിയാം, നമുക്ക് ഈ എനർജി ഈ ഫീലിങ്സുമായിട്ടിരിക്കുന്നത് കൊണ്ടാണ് മരണം അത്ര നല്ലതല്ല. മരണത്തിനെക്കാട്ടിലുപരി മോക്ഷത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ആ ഫീലിങ്സ് എപ്പോഴും നമ്മളിലുണ്ടാവും, നമ്മുടെ ഓർമ്മകൾ എപ്പോഴും നമ്മുടെ ഒപ്പം ഉണ്ടാവും. എന്നാൽ എല്ലാ അനുഭവത്തിനെയും ഇല്ലാതാക്കിക്കൊണ്ട് ആ ഒരു ഭസ്മമായി തീരുന്ന അവസ്ഥ, എല്ലാ അനുഭവങ്ങളെയും ഇല്ലാതാവുന്ന ഒരവസ്ഥ, അതും ആധ്യാത്മികതയുടെ ഉയർന്ന തലമാണ്. ആധ്യാത്മികത എന്തുകൊണ്ടും നമ്മുടെ ജീവനാണ്. ജീവനില്ലെങ്കിൽ ശരീരമില്ല, കാണുന്നതൊന്നും തന്നെയില്ല.